സത്യാമ്മ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഭക്ഷണം വാങ്ങി കൊടുത്തതാ, പക്ഷെ കഴിച്ചില്ല. എനിക്കറിയാം, വലിയ വാശിക്കാരിയാ. അതുകൊണ്ടാ ഞാൻ വീട്ടിൽ നിന്ന് ചോറ് പൊതിഞ്ഞുകൊണ്ട് വന്നത്. അയ്യോ, ചോറ് കൊടുക്കാനാണോ? നടക്കില്ല. സോമശേഖര സാറ് വന്ന് കണ്ടാ പിന്നെ തീർന്നു. അല്ല, ആള് പോയില്ലേ? മൂക്കറ്റം വലിച്ചു കയറ്റി വീട്ടിൽ പോയി അച്ഛയും തല്ലി കിടന്നുറങ്ങുന്നുണ്ടാവും. അതിന് സത്യാമ്മ നിങ്ങളോട് വഴക്കിട്ട് രാവിലെ പറഞ്ഞു വിട്ടതല്ലേ? ആ വഴക്കെപ്പോഴും ഉണ്ടാവും, പക്ഷെ പിന്നീട് അങ്ങ് തണുക്കും. ഇല്ലെങ്കിൽ കണ്ടോ, ഈ ചോറൊന്ന് കൊടുക്കാൻ സമ്മതിക്കുവോ? നിങ്ങൾ ശരിക്കും സത്യാമ്മയുടെ മകൻ തന്നെയാണോ? ഞാൻ ഈ ചോദ്യം എന്നോട് തന്നെ പലവട്ടം ചോദിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ മറ്റൊരാൾക്ക് പറഞ്ഞിരുന്നേ? എനിക്ക് ഈ ഭക്ഷണം ഒന്ന് കൊടുത്തേ പറ്റൂ. വരൂ. സത്യാമ്മേ, നീ എന്താ പിന്നെ ഇവിടെ? ഞാൻ സത്യാമ്മയ്ക്ക് ഭക്ഷണം കൊണ്ടുവന്നതാ. ഞാൻ പറഞ്ഞോ നിന്നോട് ഭക്ഷണം കൊണ്ടുവരാന്? എന്തായാലും കൊണ്ടുവന്നു പോയില്ലേ, ഇനി എങ്ങനെ മടക്കി കൊണ്ടുപോന്നേ? ഇതൊന്ന് തുറക്കാവോ? നല്ല ചുട്ട മുളകരച്ച ചമ്മന്തിയുണ്ട്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ആ, എങ്കിൽ ഞാനിവിടെ കുത്തിയിരിക്കും. ആ സോമശേഖരൻ എങ്ങാണം വന്ന് കണ്ട പിന്നെയും വന്നോടാന്ന് പറഞ്ഞ് എന്നെ എടുത്തിട്ട് പെരുമാറും. പിന്നെ ഇവിടെ ബഹളമാവും. ശിവ, നീ... ഞാൻ പറഞ്ഞില്ലേ, ഈ ഭക്ഷണം കഴിച്ചാ ഞാൻ ഇവിടുന്ന് പോവാം. പാതിരാത്രി ഇത്രയോ ഓടി ഇവിടെ വരെ കൊണ്ടുവന്നല്ലേ. സത്യമ കഴിക്ക്. സോമശേഖരൻ ഇപ്പൊ കയറി വരും. മുളക് ചുട്ട് തന്നെയാണോ ചമ്മന്തി അരച്ചത്? അത് സത്യാമ്മയ്ക്ക് ഇഷ്ടാവെന്ന് എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ടല്ലേ ഞാനിതിങ്ങ് കൊണ്ടുവന്നേ. എന്നാ എടുക്ക്. എടുത്തു വെച്ചിരിക്കല്ലേ? അല്ലെങ്കിൽ വേണ്ട, ഞാനങ്ങ് വാരിത്തരാം. കഴിക്ക് സത്യാമ്മേ. കഴിക്ക്. നീ ഇവിടെ കുത്തിയിരിക്കുന്നു പറഞ്ഞോണ്ടാ ഞാനിത് കഴിക്കുന്നത്.